നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്ക ഇറാൻ യുദ്ധം അത് 72 ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയൊരു ഘോര യുദ്ധത്തിന്റെ കാഹള ധ്വനി പശ്ചിമേഷ്യയിൽ ആകമാനം മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പീസ് ഡീലിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചകളിലേക്ക് അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളിലേക്ക് ഒന്നും പോകാൻ ലോക രാഷ്ട്ര നേതാക്കൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലെ ആ ഒരു ഊർജ്ജ പ്രതിസന്ധി അത് ലോകത്താകമാനം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തഫലം നമ്മുടെ രാജ്യം അത് അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി. ഇന്ധന ഉപഭോഗം കുറയ്ക്കണം, ഈ എണ്ണ ഒപ്പം തന്നെ ഈ ഗോൾഡ് വാങ്ങുന്നത് അത് കുറയ്ക്കണം, അനാവശ്യമായിട്ടുള്ള വിദേശ യാത്രകൾ ഒഴിവാക്കണം എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനം നൽകുകയുണ്ടായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ ഒരു കാഹള ധ്വനിയാണോ, പശ്ചിമേഷ്യയിൽ സമാധാനം ഇനിയും അകലെയോ? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമ്പത്തികകാര്യ വിദഗ്ധൻ ശ്രീ രാജീവ് രാംനാഥ്, ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ രാജീവ് രാംനാഥ്, നമുക്കറിയാം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആ ഒരു ആഹ്വാനങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഹോർമുസ് കടലിടുക്കിലെ ഒരു പ്രതിസന്ധി അനന്തമായി നീളുകയാണെങ്കിൽ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ ഒരു മുന്നറിയിപ്പാണോ അദ്ദേഹം നൽകിയത്? ഒപ്പം തന്നെ അദ്ദേഹം നൽകിയ ആ ഒരു ആഹ്വാനം എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത്? ശ്രീ രാജീവ് രാംനാഥ്. തീർച്ചയായിട്ടും നമ്മൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് ആ ആഹ്വാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഒരിക്കലും ഈ യുദ്ധം ഇത്രയും ദിവസങ്ങളിലേക്ക് നീണ്ടുപോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, ആദ്യമായിട്ടുള്ള കാര്യം. പക്ഷെ പ്രതീക്ഷയിൽ കൂടുതൽ ആ യുദ്ധം നീണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സപ്ലൈസ് പലതും കട്ടായി പോകുന്നുണ്ട്. അപ്പോ ദേശം അതിലേക്ക് ഒരു പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ടാവുക. അത് സാമ്പത്തികമല്ല, നമ്മുടെ നിത്യജീവിതത്തിനെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള കുറെ സംഭവങ്ങളാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. ഇപ്പോഴും ഈ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് അല്ല. എന്താണ് അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ്സാവാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾ പൊതുവെ റെസ്പോൺസിബിൾ ആണ്. ഇൻ ദ സെൻസ്, നമ്മൾ മുമ്പ് കോവിഡ് സമയത്തൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനനുസരിച്ച് നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണ് നമുക്കുള്ളത്. ഇവിടെ പാസ് ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. സോ ഇതില് നിങ്ങൾ ചോദിച്ചത്, അതായത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലോകത്തെല്ലാവിടെയും ഉള്ള മാതിരി തന്നെ നമുക്കും ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് നമ്മൾ തയ്യാറെടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കും ഇവിടെ നിന്ന് തോന്നുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയ ചില ആഹ്വാനങ്ങൾ, ഇപ്പോൾ ഈ സ്വർണ്ണ ഉപഭോഗം കുറയ്ക്കണം, അനാവശ്യമായിട്ടുള്ള വിദേശ യാത്രകൾ കുറയ്ക്കണം, വിദേശ നാണയ ശേഖരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. എങ്കിലും അത് സാമ്പത്തിക മേഖലയിലുള്ളവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആഹ്വാനം അദ്ദേഹം നടത്തി എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഇതില് ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ 7 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ 7 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വർണത്തിനെ കുറിച്ച്, രണ്ടാമത് വിദേശ യാത്രയെ കുറിച്ച്, മൂന്നാമത് എല്ലാം തന്നെ ഫ്യൂവലിനെ കുറിച്ചിട്ടുള്ള 4-5 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോ ഇതില് 3ലും നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോ. അതായത് ഇപ്പൊ നമ്മൾ ദുബായിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഫോറിൻ കറൻസി വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഫോറിൻ കറൻസി കൂടുതൽ ആളുകൾ മേടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് ഇന്ത്യൻ കറൻസിനെ വീക്കൺ ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കാനുള്ള അത് സഹകരിക്കും. രണ്ടാമത്തെ കാര്യം ഗോൾഡ് ഇന്ത്യയിലെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. കൂടുതൽ ഗോൾഡ് നമ്മുടെ ഇമ്പോർട്ടഡ് ഗോൾഡ് ആണ്. ആൻഡ് ഗോൾഡ് സത്യം പറഞ്ഞാൽ ഒരു അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കമോഡിറ്റിയും കൂടിയാണ്. ഓയിൽ മാതിരി എസെൻഷ്യൽ കമോഡിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഗോൾഡ്, പക്ഷെ ഇന്ത്യക്കാര് ഹ്യൂജ് കൺസ്യൂമേഴ്സ് ഓഫ് ഗോൾഡ് ആണ്. ഡൊമസ്റ്റിക് കൺസംഷൻ വളരെ അധികമുള്ള ഒരു രാജ്യമാണത്. അപ്പൊ ഗോൾഡ് വാങ്ങിക്കുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ ഗോൾഡ് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കടകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്തുന്ന ഗോൾഡ് മുഴുവൻ എത്തുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. അത് വീണ്ടും നമ്മുടെ
കറൻസി ഡീവാലുവേഷനെ വലിയ രീതിയിൽ ബാധിക്കും. അതേമാതിരി മൂന്നാമത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന കാര്യം പറയുന്നത് ഫ്യൂവലാണ്. പക്ഷെ ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഫ്യൂവൽ എന്നുള്ളത്. അപ്പൊ വർക്ക് ഫ്രം ഹോം അതുപോലുള്ള അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈവൻ ആവശ്യമുള്ള ഫ്യൂവൽ കൺസംഷൻ പോലും നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കറൻസി ഡീവാലുവേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷെ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ കറൻസിയുടെ ഒരു ഡീവാലുവേഷൻ ആണോ ഇതിൽ ലക്ഷ്യം, അല്ല പ്രിപ്പയർനെസ് ഫോർ വാർ ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളത് വേണം പറയാം. വ്യക്തമാണ്. ഞാൻ ശ്രീ ഡോക്ടർ അഭിലാഷിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം പശ്ചിമേഷ്യയിലെ ആ യുദ്ധം ആരംഭിച്ച ആ ഒരു സമയം മുതൽ കൃത്യമായിട്ടും അതിന്റെ ഒരു വിശകലനങ്ങൾ അങ്ങ് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി കലുഷിതമാകാൻ പോകുന്നതിന്റെ ഒരു സൂചനയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ട്രംപ് തന്നെ പറയുകയുണ്ടായി, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വെടിനിർത്തൽ ഒരു മരണക്കിടക്കയിൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് നിമിഷവും വീണ്ടും ഒരു സൈനിക നടപടിയിലേക്ക് അദ്ദേഹം വന്ന് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള ഒരു തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഏത് നിമിഷം ഉണ്ടാകാൻ പോകുന്നു. ചൈനയിലേക്കുള്ള സന്ദർശനം വരും മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു വലിയൊരു ഘോര യുദ്ധത്തിനുള്ള ഒരു സാധ്യത ഇനി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നുണ്ടോ? ട്രംപ് രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കത്തിന് ചൈനീസ് സന്ദർശനത്തിന് ശേഷം ഉത്തരവിടാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ ഡോക്ടർ അഭിലാഷ്? ഈ വിഷയത്തിൽ ട്രംപിന്റെ ചൈന സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെ നോക്കി കാണുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനെ പോലെ ഒരു ഇടനിലക്കാരനായ രാജ്യത്തെ ഉപേക്ഷിച്ച് ചൈന പോലെ ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ തുടർച്ചയിൽ വലിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യത്തെ തന്നെ ഒരു ചർച്ചയുടെ വേദിയാക്കുകയും അതോടൊപ്പം തന്നെ ചൈന ഇറാൻ സാധ്യതകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിനൊരു പരിഹാരം എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുന്ന കരുതേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം തുടർന്ന് പോകാനും ഈ യുദ്ധം തുടർന്ന് വഴി പോലെ നാടുകൾ തമ്മിലടിപ്പിച്ച് ചെന്നൈ പോലെയാണ് ട്രംപിനുൾപ്പെടെ മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം നീണ്ടുപോകുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് പാകിസ്ഥാന് മാത്രമാണ്. കാരണം മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് ഈ സമാധാന ശ്രമത്തിന് യാതൊരു പങ്കുമില്ല. എന്നാൽ ഒരു ഗുണപരമായ നേതൃത്വം വഹിക്കാൻ ഈ രാജ്യം ഈ രാജ്യങ്ങൾക്ക് ഇറാനും അതുപോലെ നിന്ന് പ്രശ്നം വഷളാക്കാൻ വേണ്ടി മാറ്റിയിട്ടുള്ള ഒരുപക്ഷെ ചൈനയും അമേരിക്കയും ഈ പറഞ്ഞ ബയലാറ്ററൽ ഈ യുദ്ധത്തില് കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് മാറ്റം കാണുന്നുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ബിക്കോസ് ചൈനയും നമ്മളെ പോലെ തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. അദ്ദേഹത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരിച്ചു വരാം. ഞാൻ ശ്രീ രാജീവിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഈ ഒരു ആഹ്വാനം ഈ ഒരു ലോക്ക്ഡൌണിന്റെ ഒരു സൂചനയായിട്ട് പലരും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തെ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുമോ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ? നമ്മൾ കണ്ടതുപോലെ കോവിഡിന് സമാനമായിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ സാഹചര്യം. ഞാൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യം കോവിഡിന് സമാനമായിട്ടുള്ള ലോക്ക്ഡൌൺ വരാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു ലോക്ക്ഡൌൺ വരില്ല, പക്ഷെ റെസ്ട്രിക്ഷൻസും കൺട്രോളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. ഒപ്പം തന്നെ ഈ ഇന്ധന വിലയിൽ അല്പ ദിവസത്തിനകം തന്നെ ഒരു വർധനവ്, വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ടാകുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഒരു നഷ്ടത്തിൽ തന്നെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് എണ്ണ കമ്പനികൾ പറയുന്നു. അതിനാൽ തന്നെ വില വർദ്ധിപ്പിക്കണമെന്ന് അവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇന്ധന വില വർധനവ് അത് എത്രത്തോളം ഗുരുതരമായി അല്ലെങ്കിൽ എത്രത്തോളം തീവ്രതയിൽ സംഭവിക്കാനുള്ള സാധ്യത, 20 രൂപ വരെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സാധാരണക്കാരുടെ ബഡ്ജറ്റിനെ എത്രത്തോളം ഒരു ഗൗരവമായി ബാധിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മളിത് നേരത്തെ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. ഇന്ധന വില വർധനവ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. കാരണം $60 പെർ ബാരൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ $100 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വന്നുകൊണ്ട് മാത്രമാണ് ആ നഷ്ടത്തിനെ ജനങ്ങളുടെ തലയിൽ വെക്കാതെ അത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ തലയിൽ വെച്ചിരുന്നത്. പക്ഷെ അധികം കാലം OMCസിന് ഇത് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. ഇപ്പൊ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ ടാക്സ് കുറയ്ക്കേണ്ടി വരും. ടാക്സ് കുറയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അഡീഷണൽ ബർഡൻ ജനങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. എപ്പോഴാണ് എന്ന് മാത്രം നമ്മൾ കണക്കുകൂട്ടിയാൽ മതി. എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവും എന്നുള്ളതാണ്
നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ്. ഡോക്ടർ അഭിലാഷ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അഭിലാഷ് കേൾക്കാവോ? ഓക്കെ, ഞാൻ ശ്രീ രാജീവിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു ഇന്ധന വില വർധനവ് അത് വലിയ രീതിയിൽ ഈ ബഡ്ജറ്റിനെ, സാധാരണക്കാരുടെ ബഡ്ജറ്റിനെ വലിയ രീതിയിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയില്ല, കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ UDF സർക്കാരിന്റെ വലിയൊരു വാഗ്ദാനമായിരുന്നു ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊതുഗതാഗതത്തെ അതിന്റെ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു മാലപ്പടക്കം ഇങ്ങനെ പൊട്ടുന്നത് പോലെ എല്ലായിടത്തും വലിയ രീതിയിലുള്ള അനിയന്ത്രിതമായിട്ടൊരു വില വർധനവിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ ശ്രീരാജ്? അതെ, അത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക്സ് ആണ്. ഇന്ധനം നമ്മുടെ വണ്ടികൾക്ക് മാത്രമല്ല, പറഞ്ഞ മാതിരി പൊതുഗതാഗതം, അതേപോലെ തന്നെ നമ്മുടെ ഫ്രൈറ്റ്, ഗുഡ്സ് ഫ്രൈറ്റ്, അതിലെല്ലാത്തിലും ഒരു ഇൻക്രീസ് വരാൻ സാധ്യത. പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 20 രൂപ എന്നുള്ള എസ്റ്റിമേറ്റ് എങ്ങനെ വന്നു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തുള്ളൂ. ഒരുപക്ഷെ ബാരലിന്റെ വില $100-150 എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈവൻ 1 ലിറ്ററിന് 200 രൂപ വരെ വരാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 20 രൂപ എന്ന് പറയുന്നത് വേറെ മിനിമം അവർ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നതാണ്. അത് മാത്രം ഇൻക്രീസ് ചെയ്താലും മതിയാവില്ല, ഒപ്പം ടാക്സും കുറയ്ക്കേണ്ടി വരും. രണ്ടും കൂടി ചെയ്താൽ മാത്രമേ ഈ 20 രൂപയിലുള്ള ഇൻക്രീസിലേക്ക് ഒതുങ്ങി നിൽക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നിങ്ങൾ പറഞ്ഞതിനോട് എല്ലാം, അതായത് നമ്മളുടെ ഫ്യൂവൽ എക്സ്പെൻസസ്, ഓരോ വീട്ടിലുമുള്ള ഫ്യൂവൽ എക്സ്പെൻസസ്, പറഞ്ഞ മാതിരി ഓട്ടോ, ബസ്, അതേമാതിരി മറ്റു വാഹനങ്ങളുടെയൊക്കെ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ടിക്കറ്റ് ചാർജസ്, അതൊന്നും കൂടാതെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാത്തിന്റെയും വില കൂടാനുള്ള, നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യത കാണാൻ പറ്റും. കാരണം അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ വലിയൊരു വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാവും. വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഡോക്ടർ അഭിലാഷ് അങ്ങ് ലൈനിലുണ്ടോ? കേൾക്കാവോ? ചെറിയൊരു സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ശ്രീ രാജീവിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും വരുന്നു. നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എത്രത്തോളം ഒരു പ്രിപ്പയർഡ് ആയിരുന്നു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം? നേരത്തെ അങ്ങ് പറഞ്ഞു ഇത്രത്തോളം നീണ്ടുപോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ഓയിൽ ഡിപ്പെൻഡൻസി, പുറമേ നിന്നുള്ള ഒരു ഇമ്പോർട്ടിൽ ഓയിൽ ഡിപ്പെൻഡൻസി ഉള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. റഷ്യയുമായിട്ടുള്ള പല വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, അമേരിക്കയുടെ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വിപത്തുകൾ ഇനി ഭാവിയിൽ വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരുക്കങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി മുൻകൂട്ടി കാണുന്നതിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരുക്കങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാളിച്ച സംഭവിച്ചതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ പ്രതിസന്ധി എന്നുള്ള നിലയിലല്ല രാജ്യം പലപ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു രീതിയിലുള്ള ഒരുക്കങ്ങളും ഒരു പ്രതിസന്ധികളെ നേരിടാനും ഉള്ള ഒരു നടപടികൾ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഒരു വാറുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളാണ്. ഇൻഫാക്ട് നമ്മൾ ഇപ്പോ ശ്രീ നരേന്ദ്രമോദി നമ്മളോട് പങ്കുവെച്ച 7 അപ്പീലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഈ 7 അപ്പീലും ഒരു വാർ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ. നമ്മളുടെ രാജ്യം ഒന്നും കൂടി മെച്ചപ്പെടണം, സാമ്പത്തികമായി മെച്ചപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഫിനാൻഷ്യൽ ഓസ്റ്ററിറ്റി മെഷേഴ്സ് നിർബന്ധമായിട്ടും വേണ്ട ഒരു രാജ്യമാണത്. അപ്പോ ഇതില് ഏറ്റവും പ്രധാനമായിട്ടും ഫ്യൂവലിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫ്യൂവലിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല നമ്മൾക്ക് നിലവിൽ, അല്ലെ? അപ്പോ അതേമാതിരി നമ്മൾക്ക് ഫ്യൂവലില് ലോക്കലി നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും. അപ്പൊ ഫ്യൂവലിന്റെ എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ബെറ്റർ ആക്കിക്കൊണ്ട് ഇൻഡിവിജ്വൽ ഫ്യൂവൽ യൂസേജിനെ കുറയ്ക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തേണ്ടത്. അതേമാതിരി ഇലക്ട്രിക്കിലേക്കുള്ള ഷിഫ്റ്റിംഗ്, ആ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കുള്ള ഷിഫ്റ്റിംഗും ഇൻസെന്റീവും കൊടുക്കാനുള്ള ശ്രമം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത്തരത്തിലുള്ള നടപടികൾ ഈ യുദ്ധം വരുമ്പോഴല്ലേ, യുദ്ധം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു വിഷനുള്ള രാജ്യം, അതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ചൈനയെ പോലുള്ള രാജ്യം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, വരാൻ സാധ്യതയുള്ള, ഇപ്പോഴല്ല അടുത്ത 10 വർഷം 15 വർഷത്തിന് ശേഷം വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഉൾപ്പെടെ അതിനുള്ള പരിഹാരങ്ങളും ഒരു പ്ലാൻ ബി, പ്ലാൻ സി ഉൾപ്പെടെ അവര് ശേഖരിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ
യാതൊരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനും ഇല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകളോട് സംസാരിച്ച് അവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഗവൺമെന്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പ്രിപ്പറേഷനും ഇല്ല. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈവൻ IT മേഖലയിൽ, അതായത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ കാലഘട്ടം പറഞ്ഞ AI-യുടെ യുഗമാണ്. ഈ AI യുഗത്തിൽ സത്യം AI മാപ്പ് വേൾഡ് ഓവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അതിൽ യാതൊരു ഒരു രീതിയിലും ഇന്ത്യ അതൊരു പ്ലെയറെ അല്ലാതെ മാറിയിരിക്കുകയാണ്. ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ യാതൊരു രീതിയിലും അതിലൊരു പ്രോമിനന്റ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് വരാൻ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ഇതിനെക്കാട്ടും വലുതാണ്. സോ ഞാൻ പറയുന്നത് യാതൊരു രീതിയിലുള്ള പ്രിപ്പറേഷനും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ നമുക്കിത് എടുത്തു പറയാനുള്ള ഒരു അവസരം കിട്ടുന്നുള്ളൂ. മറ്റൊരു സമയത്ത് നമ്മളിത് പറയുന്ന സമയത്ത് അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം. ആളുകൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ശ്രീ അഭിലാഷ്, കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. അങ്ങ് തുടർന്നോളൂ. നേരത്തെ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞ ഒരു സമയത്താണ് ഒരു ടെക്നിക്കൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ മീഡിയേറ്റർ, ഈ ഇടയ്ക്ക് നിന്ന് ഈ മീഡിയേറ്റർ ശരിക്കും പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ഈ യുദ്ധത്തിന്റെ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും അമേരിക്കയ്ക്കും ലോക സമൂഹത്തിനും മുമ്പിൽ തങ്ങൾ ശാന്തിയുടെ ആർബിറ്റേഴ്സ് ആണെന്നുള്ള രീതിയിലൊക്കെ ആ ഭാവത്തിലൊക്കെ ശ്രമിക്കുകയാണ് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത്തരം എന്താ പറയാ, ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളെ ഇന്റർമീഡിയറ്റ് ആക്കി നിർത്തിയതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ചകൾ സ്റ്റീൽമേറ്റ് ആയത്. ഒരുപക്ഷെ റഷ്യയോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന പോലെ ചൈനയോ ഒക്കെ ഇടപെട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഭാരതം ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിന് കുറെ കൂടെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് സാർ പറഞ്ഞു, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പോലെ ഒരു അപ്പീലിംഗിന്റെ ഒരു സംവിധാനം നടന്നു വന്ന്. എനിക്ക് അവിടെ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, ഇന്നലെ പ്രധാനമന്ത്രി ഈ വിഷയം നിമിഷം തന്നെ രാഹുൽ ഗാന്ധി വരികയാണ്. രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞു, ഇത് ഇന്ത്യയുടെ ഭരണപരാജയമാണ്. ഒരു പ്രധാനമന്ത്രി രാജ്യത്തോട്ട് കൺവേഴ്സ് ചെയ്യുന്ന ഒരു ഭാഷയുണ്ട്. ഇതേ കാര്യം തന്നെ 2013 ഇതുപോലൊരു കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടായ സമയത്ത് 2013 വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ആ സമയത്ത് എടുത്തു. അപ്പം ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് ആ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സമയം കൂടി നമ്മുടെ നേതൃത്വത്തിന് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പം അതുപോലെ അദ്ദേഹം നേരത്തെ ചൈനയുടെ കാര്യം പറഞ്ഞു. ചൈനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകീകൃത ഭരണ സംവിധാനമാണ്. അവിടെ ഒരു നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഡെങ് സിയാപിങ്ങിന്റെ പോളിസി ഉണ്ടല്ലോ, പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, കുറച്ചു നാൾ മുമ്പ് കോപ്പർ പ്രൊഡക്ഷനിൽ ഏറ്റവും മുമ്പിൽ നിന്ന നമ്മൾ ആ സ്റ്റെറിലൈറ്റ് സമരത്തിന് ശേഷം എന്തായി മാറി? നമ്മളിന്ന് ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ശക്തികൾ നമ്മുടെ വികസനത്തിന് തടയിടാൻ ശ്രമിച്ചുകൊണ്ട് നിരന്തരം ശ്രമിക്കുകയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ പല രീതിയിൽ നമ്മുടെ വികസനത്തിനെ വഴി തടയുന്ന ഒരു സമയത്ത് ഈ ഒരു മിഡിൽ പാത്ത് അല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കൽ സൈക്കിൾ, എക്കണോമിക് ഗ്രോത്തിന് ഒരു പൊളിറ്റിക്കൽ സൈക്കിൾ ആവശ്യമാണ്. 1990s നമ്മൾ ആ ബസ് മിസ് ചെയ്തു. 70s രണ്ടാമത് ബുദ്ധ സ്മൈലിംഗിന്റെ സമയത്ത് വീണ്ടും ആ ബസ് മിസ് ചെയ്തു. ഇപ്പോൾ ഉള്ള ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2014 മുതൽ ഒരു കൺസിസ്റ്റന്റ് ആയ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും സിസ്റ്റവും വന്നിട്ട് ഇത് നിന്നിട്ട് എക്കണോമിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താനുള്ള ശ്രമമാണ്. ഒന്ന് ആലോചിക്കുക, 50-55 വർഷത്തോളമുള്ള ഈ പറയുന്ന ഇൻകൺസിസ്റ്റൻസിനെ മാനേജ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് കഴിഞ്ഞ 30 വർഷത്തെ ചൈന എടുത്ത ഈ പറയുന്ന ഒരു ഗ്രോത്തിലേക്ക് ഫ്രോഗ് ലീപ്പ് ചെയ്യാൻ. ഇത്ര വലിയ ഒരു പ്രഷർ എടുക്കുന്ന ഗവൺമെന്റുകൾ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. അപ്പം ഇത്രയും വലിയ സാഹചര്യത്തിൽ പോലും ജനങ്ങളിലേക്ക് ഭാരം അടിച്ചേൽപ്പിക്കാതെ പലതും നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ ഓരോ മാസവും 30,000 കോടിയോളം രൂപയാണ് നമ്മൾ ഈ പറയുന്ന ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനീസ് അബ്സോർബ് ചെയ്യുന്നത്, പ്ലസ് 14,000 crore അഗെയിൻ. അപ്പം ഇതിങ്ങനെയൊക്കെ നടക്കുന്നു. അതുപോലെ നമ്മൾക്ക് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സിന് 1.4 ബില്യൺ എങ്ങാണ്ടാണ് ചൈനയുടെ റിസർവ്സ്. നമുക്കാണെങ്കിൽ ആകെ ഒരു SPR മാത്രമേ ഉള്ളൂ. 2 എണ്ണം വീണ്ടും വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ലെറ്റ്സ് ഗിവ് അവർ നേഷൻ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം സോ ദാറ്റ് നമുക്ക് ഈ പറയുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ ഒരുമിച്ച് നിന്നാൽ കഴിയുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ട്രംപിന്റെ ചൈനീസ് സന്ദർശനം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഈ ടെക് ഭീമന്മാരൊക്കെ ചൈനയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ വ്യാപാര യുദ്ധം ഓൾറെഡി അമേരിക്കയും ചൈനയും തമ്മിൽ ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താരിഫ് വാറൊക്കെ അങ്ങനെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തിൽ ഈ ട്രംപ് നടത്തുന്ന അദ്ദേഹത്തിന്റെ രണ്ടാം ഭരണ കാലയളവിൽ ആദ്യമായിട്ട് അദ്ദേഹം ചൈനയിലേക്ക് നടത്തുന്ന ഈ ഒരു സന്ദർശനത്തിന് എത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട്? ഒപ്പം തന്നെ നിലവിലെ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ കാതലായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ ഈ ഒരു സന്ദർശനം കൊണ്ടുവരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ശ്രീ അഭിലാഷ്. ചൈന പോലെ ഒരു
ഓൾമോസ്റ്റ് ഈക്വൽ പവർ, യുഎസിനോട് തുല്യം നിൽക്കുന്ന രീതിയിലുള്ള ഒരു പവർ വന്നതോടുകൂടി ഈ യുദ്ധത്തിന്റെ സമവാക്യങ്ങൾ മാറി മറിയുവാൻ പോവുകയാണ്. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇറാൻ നിലനിൽക്കുന്നത് ചൈനയുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ചൈനീസ് പ്രീമിയറുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു നിലപാടിൽ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നത് മാത്രമായിരിക്കും ഇറാന് മുമ്പിലുള്ള ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം പറയും. ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന് ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ വളരെ വലിയ സ്വാധീനമുണ്ട് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സിൽ. അപ്പം ഇനി ഒരു തവണ കൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ GCC രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ആർക്കിടെക്ചർ പരിപൂർണമായിട്ടും മാറും. പിന്നീട് അവിടെ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ നമ്മളിപ്പോ ലോകരാജ്യങ്ങൾ ഓരോ ദിവസമാണ് ഇപ്പം സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് രണ്ട് രീതിയേ ഉള്ളൂ, ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്. ഇന്ന് അങ്ങനെയല്ല. സപ്ലൈ ചെയിൻ ആരാണോ നിയന്ത്രിക്കുന്നത് അവർ രാഷ്ട്രീയം ജിയോ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാസൻ പ്ലെയർ ആയിട്ട് ഇതിനിടയിലേക്ക് വരികയാണ്. അപ്പോ ഇപ്പൊ നോക്കുവാണെങ്കിൽ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദാറ്റ് പുടിൻ ട്രംപ് സൈ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ, ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ബയലാറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗുണപരമായ ഒരു മാറ്റം ചൈനയുടെ ഇടപെടലോടുകൂടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചൈനയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ചൈനയുടെ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കാനായിരിക്കും. കാരണം ഈ യുദ്ധം കൂടുതൽ തുടർന്നു കഴിഞ്ഞാൽ അത് ചൈനയുടെ ഇന്റേണൽ എക്കോണമിനെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള യാഥാർത്ഥ്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന്റെ ഒരു പോളിസി, ഇപ്പോ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കൺവെൻഷൻസിൽ നിന്നെല്ലാം മാറിയിട്ട് ട്രംപ് ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഡിസ്റപ്ഷൻസിന് അപ്പുറത്തേക്ക് നിൽക്കാൻ കഴിയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ AI എന്ന് പറയുന്ന സിസ്റ്റം ഇന്ന് അമേരിക്കയുടെ കൺട്രോളിലാണ്. നമ്മളും അവിടേക്ക് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തൊക്കെ മുന്നോട്ട് വരികയാണ്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് കാച്ചിങ് അപ്പ് ടു ഡു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്റർനാഷണൽ പീസ് ഓർഡറിൽ ട്രംപ് ആൻഡ് ചൈന അവരുടെ ഒരു മീറ്റിംഗ് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വി കുഡ് സീ ചൈന സ്റ്റെപ്പിംഗ് ഇൻ ടു ഈ പറയുന്ന ഒരു റെസൊല്യൂഷനിലേക്ക് എത്തിക്കുന്നതിലേക്ക്. ഓക്കെ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി ശ്രീ അഭിലാഷ്. അതായത് നമുക്കറിയാം ഇനി ചൈനീസ് സന്ദർശനത്തിന് ശേഷം വീണ്ടും ഒരു സൈനിക നടപടിയിലേക്ക് ട്രംപ് കടക്കാനുള്ള ഒരു സാധ്യത അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വൈറ്റ് ഹൌസിൽ നാഷണൽ സെക്യൂരിറ്റി ടീമിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെന്റഗൺ പല തരത്തിലുള്ള ഒരു പ്രപ്പോസൽസ് മുന്നോട്ട് വയ്ക്കുന്നു. ചിലർ ഒരു സൈനിക നടപടി ആവശ്യപ്പെടുന്നു, ചിലർ വീണ്ടും ചർച്ചകൾ തുടരണം എന്ന് പറയുന്നു. അപ്പോൾ ഇറാനെ കൂടുതൽ ഈ സമ്മർദ്ദത്തിൽ ആഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെ വീണ്ടും അതിശക്തമായിട്ടുള്ളൊരു സൈനിക നടപടിയിലേക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ അമേരിക്ക കടക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് ഡോക്ടർ അഭിലാഷ്? വളരെ വളരെ മികച്ച ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി തന്നെ ഇവിടെ കാണുന്നുണ്ട്. കാരണം ട്രംപിനെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 മാസത്തോളം നീളുന്ന ഒരു യുദ്ധം, അത് GCC പാർട്ട്നേഴ്സ് കൊടുക്കുന്ന ഒരു പ്രഷർ പ്ലസ് സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, ഈ 3 കാര്യങ്ങളോട് ഒരുമിച്ച് വരുന്ന സമയത്തുള്ള ഒരു വൾണറബിലിറ്റി യുഎസിനും അത് ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ അല്ലെങ്കിൽ IRGC എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിൽ മാറുന്നത് തന്നെയായിരിക്കും അവരുടെ നിലനിൽപ്പിൽ. അല്ല എന്നുണ്ടെങ്കിൽ GCC പ്ലസ് ഇസ്രായേൽ പ്ലസ് US പ്ലസ് സം ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ട്രാൻസ്നാഷണൽ കോalitionന്റെ ഒരു കൺസേർട്ടഡ് എഫേർട്ട് വേണമെങ്കിലും ഈ വിഷയത്തിൽ വന്നേക്കാം. കാരണം പീപ്പിൾ ആർ ഓൾറെഡി ലോക രാജ്യങ്ങൾ തന്നെ വളരെയധികം ഫെഡപ്പാണ് ഈ ഒരു കാര്യം കൊണ്ട്. കാരണം ഈ ഒരു യുദ്ധം ആരും ആഗ്രഹിച്ചതല്ല. പക്ഷെ തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഈ പറയുന്ന ഒരു സ്റ്റബേൺ റെജീമിനെ ഒഴിവാക്കിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ എക്കണോമിക് റെസീലിയൻസി, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റി, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നിലനിൽപ്പ്, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ IRGC വരെ ടൈഡപ്പാണ്. ഒരു പക്ഷേ ഇപ്പോൾ അമേരിക്ക പിന്മാറയിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ച സംഭവിക്കാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബി ഇൻ ദ ബെറ്റർ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ നേഷൻസ് ദാറ്റ് IRGC സറണ്ടേഴ്സ്. ഓക്കെ, വളരെ വ്യക്തമാണ്. അതീവ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് ലോക പൊളിറ്റിക്സ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ പോലും ഗുരുതരമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യത, അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും ആഹ്വാനം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഏതായാലും ആ ഒരു പ്രതിസന്ധിയുടെ ഒരു ഭാരം, സാമ്പത്തികമായിട്ടുള്ളൊരു ഭാരം ജനങ്ങളിലേക്ക് വരാതെ നോക്കുവാൻ ഭരണകൂടത്തിന് സാധിക്കട്ടെ. മധ്യപൂർവേഷ്യയിൽ ഒരു സമാധാനം പുലരട്ടെ. അവിടെ തീവ്രവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഇറാൻ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകട്ടെ. ഒപ്പം തന്നെ ട്രംപ് ചൈനയിലേക്ക് നടത്തുന്ന ഈ ഒരു സന്ദർശനത്തിലൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് മിഡിൽ ഈസ്റ്റിന്റെ ഒരു നിലവിലെ സംഘർഷ സാഹചര്യങ്ങളിൽ ആ ഒരു ചർച്ച ചെലുത്തട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശംസിക്കാം. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ രാജീവ് രാമനാഥ്, ഒപ്പം തന്നെ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, രണ്ടുപേർക്കും നന്ദി.